ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം ശ്രീ ലക്ഷ്മി. സോ നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിലും ഹൈലൈറ്റ്സും കണ്ടതുപോലെ തന്നെ വാഗമണ്ണിക്ക് ട്രിപ്പ് പോവുകയാണ്. നമ്മൾ ട്രിപ്പ് പോകുമ്പോഴത്തേക്കും സൂര്യൻ പോലും എഴുന്നേറ്റിട്ടില്ലായിരുന്നു. സോ അങ്ങനെ നമ്മളൊരു ചെറിയ സൺറൈസ് ഒക്കെ കണ്ടിട്ടാണ് നമ്മുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് നന്നായിട്ട് അങ്ങ് വിശന്നത്. നമ്മൾ പൊൻപുലരി ഹോട്ടലിലാണ് കയറിയത്. സോ അടിപൊളിയായിരുന്നു മക്കളെ. നല്ല കള്ളപ്പവും നല്ല ചൂട് വെന്ത ബീഫ് കറിയും പിന്നെ കൂട്ടത്തിൽ മുട്ടയും കഴിച്ചു. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയകാല തനിമയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഈ ഒരു റെസ്റ്റോറന്റ് വന്നിരുന്നത്. സോ കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഹോട്ടലിന് ചുറ്റിനും ഇരുന്നും ഒക്കെ എന്തോ ഒരു വൈബ് ഫീലായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ട്രാവല് വീണ്ടും തുടങ്ങി. സോ അങ്ങനെ പോയി മലയും കുന്നും ഒക്കെ കാണാൻ തുടങ്ങി. ഇനി നമ്മുടെ വാഗമണ്ണിലേക്ക് പോകാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. വലിയ വെയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാഞ്ഞത് കാരണം നമ്മളുടെ ട്രാവല് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. സ്കൈ ഒക്കെ നല്ല തെളിഞ്ഞ സ്കൈ ആയിരുന്നു. സോ അതുകൊണ്ട് നല്ല രസമായിരുന്നു അന്തരീക്ഷം തന്നെ കാണാൻ. ഈ ഒരു അറ്റ്മോസ്ഫിയറിലൊക്കെ ട്രാവൽ ചെയ്യാൻ വേറൊരു തരം വൈബും ഫീലും ആണ്. അങ്ങനെ നമ്മൾ പോയി വാഗമൺ റൂട്ട് കയറിയിട്ടുണ്ട്. സോ പോകുന്ന വഴി കുറെ ചെറിയ വാട്ടർഫോൾസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഫുൾ മലകളും കുന്നുകളും ഒക്കെയാണ് നമ്മൾ കണ്ടുപോകുന്നത്. ചില സമയങ്ങളിൽ ചില യാത്രകൾ നമ്മളുടെ മനസ്സിനെ മനോഹരമാക്കുക എന്ന് പറയത്തില്ലേ, അതുപോലാണ് എനിക്ക് ഈ യാത്ര പോയപ്പോഴത്തേക്കും ഈ ഒരു ഏരിയ ഒക്കെ കണ്ടപ്പോഴത്തേക്കും എന്റെ മനസ്സിനുണ്ടായ ഒരു അനുഭവം. നമ്മുടെ മനസ്സിനെ സന്തോഷപ്പെടുത്താൻ വേറെ ആർക്കും കഴിയില്ല മക്കളെ, നമുക്ക് മാത്രമേ പറ്റത്തുള്ളൂ. നമ്മുടെ ഓരോ യാത്രകളും ഓരോ ഓർമ്മകളാണ്. അങ്ങനെ നമ്മുടെ യാത്രയിൽ കണ്ട ഈ ഒരു വാട്ടർഫോൾസ് ഇല്ലേ, ഇത് വാട്ടർഫോൾസ് എന്ന് വിളിക്കാമെന്ന് എനിക്കറിയത്തില്ല. സോ ഒരു ചെറിയ വെള്ളച്ചാട്ടം അങ്ങനെ അവിടെ കണ്ടപ്പോഴത്തേക്കും നമ്മൾ അവിടെ ഒന്ന് ഇറങ്ങിയായിരുന്നു. സോ എന്ത് രസമല്ലേ കാണാൻ തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പോകുന്നതും പ്രകൃതിയോട് കൂടുതലായിട്ട് ഇഴചേരുന്നതും ഒക്കെ. കൂടുതലായിട്ട് നമുക്ക് നല്ലൊരു പ്ലസന്റ് മൈൻഡും ഫീലും ആയിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പൊക്കെ പോകുന്നത് ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും. സോ ആ ഒരു സമയത്ത് നമ്മൾ പ്രകൃതിയോട് കൂടുതലായിട്ട് ഇണങ്ങി ചേരുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡും നമ്മുടെ ലെവലും ഒക്കെ വേറൊരു റിഫ്രഷിങ് ഫീൽ ആയിരിക്കും. നമ്മൾ അങ്ങനെ വണ്ടി നിർത്തിയത് ഒരു മൂവി ലൊക്കേഷനിലാണ്. അപ്പോഴാണ് ഈ ഒരു കാഴ്ച ഞാൻ കാണുന്നത്. ആനവണ്ടി ഇങ്ങനെ ചരിഞ്ഞു വരുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മ വന്നത് മറ്റേ ആ പാട്ടാണ്, നമ്മുടെ ഓർഡിനറി മൂവിയിലെ ചെന്താമരക്കുന്നിൽ ആ പാട്ട്. സോ എന്ത് അടിപൊളിയാണല്ലേ ഇത് കാണാൻ. അങ്ങനെ ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്കായിരുന്നേ ഫസ്റ്റിലെ നമ്മൾ പോകുന്നത്. സോ പോകുന്ന വഴിക്ക് ഇതുപോലൊരു ചെറിയ പാത്വേ ആണ്. സൈഡിലായിട്ട് ഇങ്ങനെ കുറേ കടകളുണ്ട്. ഇവിടെ ചോക്ലേറ്റ്സ് കിട്ടും, അതുപോലെ ബാഗ്, അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ പൈൻ ഫോറസ്റ്റിൽ കാണുന്ന കുറേ ഇനം കിളികളും പക്ഷികളെയൊക്കെയാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാനൊന്നും കണ്ടില്ല ഗൈസ്. ശരിക്കും പറഞ്ഞ പൈൻ വാലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് വൈബാണ്. സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ മരങ്ങൾക്കിടയിലൂടെ നമ്മൾ ഇങ്ങനെ നല്ലൊരു വോക്ക് നടത്തുക. അടിപൊളി ഫീലാണ് മക്കളെ. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീവീടിന്റെ ഒക്കെ സൗണ്ട് ഒക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കണം. നമുക്ക് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ട് കൂടിയാണ് ഈ പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഒട്ടുമിക്ക പേരും വെഡിങ് സേവ് ദ ഡേറ്റും ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പൈൻ ഫോറസ്റ്റും വാഗമൺ ലൊക്കേഷൻസും ഒക്കെയാണ്. അങ്ങനെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റ് ഫുള്ളും ചുറ്റിക്കണ്ടേ. സോ ഒത്തിരി ഉണ്ട്, നമുക്ക് ഇപ്പോഴൊന്നും കണ്ടു കഴിഞ്ഞാൽ തീരത്തില്ല. കുറെ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്കിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇനി നെക്സ്റ്റ് എങ്ങോട്ടും പോകണമെന്ന് തോന്നിയില്ല. കാരണം അത്ര അടിപൊളി ഒരു കാം ആൻഡ് ക്വയറ്റ് അന്തരീക്ഷമായിരുന്നു. പൈൻ വാലിയുടെ അടുത്തായിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് നേരെ പോയത് അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നേരെ അഡ്വഞ്ചർ പാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. പോകുന്ന ഓരോ ഏരിയയിലായിട്ട് ഓരോരോ ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്. ഇവിടെ ഒരു ഏരിയയിൽ ബോട്ടിങ്ങും കാര്യങ്ങളും ആണ് നടന്നുകൊണ്ടിരുന്നത്. നമ്മൾ അഡ്വഞ്ചർ പാർക്കിന്റെ എൻട്രൻസിൽ എടുക്കുന്ന ടിക്കറ്റ് എന്ന് പറയുന്നത് എൻട്രൻസ് ഫീ മാത്രമാണ്. സോ നമുക്ക് ഓരോ ആക്ടിവിറ്റീസിലും കയറണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ടിക്കറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അങ്ങനെ മാത്രമാണ് നമുക്ക് അതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ എൻട്രൻസ് ഫീ എടുത്തിട്ട് അഡ്വഞ്ചർ പാർക്ക് ഒന്ന് ചുറ്റി കാണുക മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം ഇവൊക്കെ കാര്യങ്ങൾ അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് മക്കളെ. എനിക്ക് സ്റ്റെപ്പ് കയറാൻ പേടിയായതുകൊണ്ട് പോലും തന്നെ ഫ്രീ ആയിട്ട് കയറാൻ പറ്റുന്ന സാധനങ്ങളിൽ പോലും ഞാൻ വലിഞ്ഞ് കയറിയിട്ടില്ല. കാരണം എനിക്ക് അമ്മാതിരി പേടിയാണ്. പിന്നെ അഡ്വഞ്ചർ പാർക്കിന്റെ അകത്തായിട്ട് ഇതുപോലൊരു ഷോപ്പ് ഉണ്ട്. കോക്കനട്ട് ഷെൽസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കി
വെച്ചിരിക്കുന്ന സാധനങ്ങളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. എങ്കിൽ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. ഫുൾ കോക്കനട്ട് ആയിരുന്നു. ഈ ഒരു ബിൽഡിംഗിൽ കയറി നമുക്ക് ഫുൾ വ്യൂ കാണാമായിരുന്നു. പക്ഷെ എനിക്ക് പേടിയായത് കാരണം ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. പിന്നെ നമ്മൾ പോയത് ഈ ഒരു പാരാഗ്ലൈഡിങ് നടക്കുന്ന ഏരിയയിലായിരുന്നേ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ പാരാഗ്ലൈഡിങ് കാണുന്നത്. സോ കാറ്റുണ്ടെങ്കിൽ മാത്രം ഈ സാധനം പൊങ്ങത്തുള്ളൂ ഗൈസ്. നമ്മൾ വിചാരിക്കുന്ന കണക്കൊന്നും അല്ല. കാറ്റുണ്ടെങ്കിൽ ഇത് പൊങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ്. കുറേ നേരം ഞങ്ങൾ വായി നോക്കി അവിടെ നിന്നു ഇപ്പൊ പൊങ്ങുമെന്നും പ്രതീക്ഷ. പക്ഷെ പൊങ്ങിയില്ല ഗൈസ്. നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുമ്പം എന്ത് അടിപൊളിയാണല്ലേ. ഇതിന്റെ പുറകിലുള്ള എഫേർട്ട് എന്ന് പറയുന്നത് വളരെ വലിയ എഫേർട്ട് ആണെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത് മക്കളെ. ഈ ചേട്ടൻ കുറെ നേരം കൊണ്ട് ട്രൈ ചെയ്ത് നോക്കായിരുന്നു. അങ്ങോട്ട് പൊങ്ങി വരും താഴും. അതിനനുസരിച്ച് നല്ല അടിപൊളി കോടയും ഉണ്ടായിരുന്നു. ഈ ഒരു സമയം എത്ര മണിയായെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? ഏകദേശം ഒരു 11 മണിയായി. ഞാൻ വിചാരിച്ചില്ലായിരുന്നു 11-12 മണിയായിട്ടും ഈ ഒരു ക്ലൈമറ്റ് ഇങ്ങനെ തന്നെ ആയിരുന്നു. അടിപൊളി കോട എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയം കോട കൊണ്ട് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ കുറെ നേരം നോക്കി നിന്നിട്ട് നമുക്ക് കാണാൻ ഒരു രക്ഷയില്ലെന്ന് മനസ്സിലായപ്പോഴത്തേക്കും നമ്മൾ അടുത്തടുത്തേക്ക് നടക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് പോയി അടുത്ത സ്പോട്ടിലേക്ക് ചെന്നപ്പോഴത്തേക്കും ഇവിടെ പാരാഗ്ലൈഡിങ് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. എത്ര നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തത്. പക്ഷെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. എങ്കിലും ഭാഗ്യത്തിന് ഇങ്ങനെ പൊങ്ങുന്നെങ്കിലും കാണാൻ പറ്റിയല്ലോ. നല്ല തണുത്ത അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു. 12 മണിയൊക്കെ നല്ല തണുപ്പത്ത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സോ എന്ത് കോടയായിരുന്നെന്നറിയാവോ. എന്റെ പുറകിൽ കൂടി പോകുന്ന പുകപടലങ്ങൾ എന്ന് പറയുന്നത് കോടയാണ് ഗൈസ്, കോടയാണ്. നമ്മൾ ആക്ടിവിറ്റീസിലൊന്നും കയറിയില്ലെങ്കിൽ എന്താ, അഡ്വഞ്ചർ പാർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യങ്ങളും മിസ്സാവില്ല. കാരണം അടിപൊളി വ്യൂവും കാര്യങ്ങളുമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ആ ഒരു ക്യാഷിന് ഭയങ്കര വർത്തായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ അഡ്വഞ്ചർ പാർക്ക് എന്ന് പറയുന്നത്. സോ നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അഡ്വഞ്ചർ പാർക്കും കൂടി വിസിറ്റ് ചെയ്യണേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു വ്യൂവോ ഫോട്ടോസോ ഒക്കെ കിട്ടുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എനിക്ക് അടിപൊളി വ്യൂവും ഫോട്ടോസും ഒക്കെയാണ് മക്കളെ കിട്ടിയത്. ഈ ഒരു പാരാഗ്ലൈഡിന്റെ കൂടെ പോകുന്നതിനെ കണ്ടില്ലേ, ഡ്രീം കം ട്രൂ മൊമെന്റ് ആയിരുന്നു എൻ്റെ. എനിക്ക് 2 ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ പറന്ന് നടന്നേനെ. അടിപൊളി വൈബിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. പോകുന്ന വഴി കണ്ടാണ് ചെറിയൊരു അരുവി. പിന്നെ കുറച്ചു നേരം അവിടെ ഇറങ്ങി കുറേ വെള്ളത്തിൽ കളിച്ച്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവിടെ ഉള്ളവര് ഇവിടെ വന്നിട്ട് അലക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് തകൃതിയിൽ മഴ അങ്ങ് പെയ്യാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ കയറി നിന്നൊരു സ്പോട്ട് കണ്ടപ്പോഴത്തേക്കും 1-2 വീഡിയോസും ഫോട്ടോസും എടുക്കാന്ന് വിചാരിച്ച് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തേ. അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഇത് വാഗമണിൽ പോകുന്ന വഴി തന്നെയുള്ള ഓളം എന്ന് പറയുന്ന റെസ്റ്റോറന്റ് ആയിരുന്നു. നല്ല ആംബിയൻസും കാര്യങ്ങളും ആണ്. ഈ ഒരു റെസ്റ്റോറന്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നത് വലിയൊരു കൊക്കയൊക്കെയാണ്. സോ അടിപൊളിയാണ് അവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മന്തിയൊന്നും അല്ല, നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. സോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവരുടെ ബിരിയാണി എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നന്നായിട്ട് വിശന്നുകൊണ്ട് പറയണ്ട, ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. നല്ല അടിപൊളിയായിട്ട് അർമാദിച്ച് അവിടെ ഇരുന്ന് ബിരിയാണി കഴിച്ചു ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ചു നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പോയത്. കാരണം ഇവിടെ തന്നെ നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു റെസ്റ്റോറന്റിന്റെ ഓപ്പൺ ഏരിയയിലായിട്ട് വരുന്ന ഒരു വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അടിപൊളി വ്യൂവിൽ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ നിങ്ങൾ ഈ റെസ്റ്റോറന്റിലേക്ക് വിട്ടോ. അടിപൊളിയാണ്, നല്ല ഫുഡ് ആയിരുന്നു. എനിക്ക് ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടു. സോ അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി മക്കളെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വീണ്ടും